ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ, എൻ്റെ പേര് ഫാദർ ഫിലിപ്പ് OCD. മഞ്ഞമ്മൽ പ്രോവിൻസിലെ അംഗമാണ്. ഇപ്പോൾ ആന്ധ്രയിൽ മിഷൻ വേല ചെയ്യുന്നു. 1985 ഫയസ് നഗറിൽ ഞാൻ സ്റ്റുഡൻ്റായി ജോയിൻ ചെയ്തു. മഞ്ഞമ്മൽ പ്രോവിൻസിൻ്റെ സഭാംഗമായി. 1998 ഞാൻ വൈദികനായി. അതിനുശേഷം ഡേഷ്യസ് കാഞ്ഞിരമക്കിൽ പ്രൊവിൻഷ്യലായിരിക്കുന്ന സമയത്ത് 2000 ഞാൻ ആന്ധ്ര മിഷനിലേക്ക് മിഷൻ എക്സ്പീരിയൻസിനായിട്ട് പോയി. എൻ്റെ അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ്. ഇതിലൂടെ എൻ്റെ ആത്മീയ വളർച്ച എങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് തീർത്ത് പറയാൻ സാധിക്കും. ഈ അനുഭവങ്ങൾ ദൈവസ്നേഹത്തിൻ്റെ പൊരുളായിട്ട് ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. ഇതിലേക്ക് എന്നെ നയിച്ച എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ സ്ഥലം മഞ്ഞമ്മൽ ഏലൂരിലാണ്. ആ സ്ഥലത്ത് ഞാൻ ജനിച്ചു. മഞ്ഞമ്മൽ വളരെ അടുത്തായതുകൊണ്ട് അവിടെ ഞാൻ ചേർന്നു. അങ്ങനെ ഈ ഒരു അനുഭവത്തിലേക്ക് പങ്കുവെക്കാനായിട്ട് ഞാൻ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളോടൊപ്പം. ഇതിന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ ഇടവക സെൻറ്റ് ആൻ്റണീസ് ഇടവകയാണ്, ഏലൂര് മഞ്ഞമ്മൽ. അവിടെ നിന്ന് ഞാൻ ഈ കർണൂലിലുള്ള സെൻറ്റ് ആൻ്റണീസ് ഇടവകയിലേക്ക് ഇടവകാരിയായിട്ട് വരുന്നു. അവിടെ ഒത്തിരി ആളുകളുമായിട്ട് പരിചയമായി, ഒത്തിരി പേരുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന ഒരു വശത്ത്, ആരാധന, ഇങ്ങനെ കാര്യക്രമങ്ങളെല്ലാം ഓരോ പടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ 2005 നടക്കുന്ന ഫെബ്രുവരി 17 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് എനിക്ക് പള്ളിയിൽ പോകണമെന്നൊരു ആശ. തൊട്ടടുത്ത മുറിയാണ് ഞാൻ താമസിക്കുന്നത്. ആ മുറിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി പള്ളിയിൽ തുറന്നു. അന്തോണീസ് പുണ്യാളൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് ഞാൻ കണ്ണിലേക്ക് നോക്കിയപ്പോൾ കണ്ണിനൊരു പ്രത്യേകത ഉള്ളതായി തോന്നി. ഇതേവരെ അങ്ങനെ ദർശിച്ചിട്ടില്ല. കാരണം ഇതേവരെ അത് പെയിൻറ്റിങ് ആയിരുന്നു. ഉണ്ണീശോയുടെ മുഖത്ത് നോക്കുമ്പോൾ ആ പെയിൻറ്റിങ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞാനിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇതെന്താണിത്? ഇത് ശരിയായിട്ടും കണ്ണ് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ തൊടാനായിട്ട് വിരൽ അടുപ്പിച്ചു. കണ്ണിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒരു പ്രകാശം മുന്നിലോട്ട് വന്നു. ഇത് കണ്ട് ഞാൻ പേടിച്ച് ഞാൻ പള്ളി പോയിട്ട് ഞാൻ വേഗം പോയി. ഇത് വല്ല സൈക്കോളജിക്കൽ ഇതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ പോയി. പിള്ളേരെ കൂടെയൊക്കെ വിശേഷമൊക്കെ പറഞ്ഞ് അവിടെ പള്ളിയുടെ മുമ്പിലിരുന്ന് വിശേഷമൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് വൈകുന്നേരം 7 മണിക്കാണ് കുർബാന. കുർബാനക്ക് ഞാൻ ഈ അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തുന്ന സമയത്ത്, ആ സമയത്താണ് ഈ പ്രകാശം നിറഞ്ഞ് ഈ കണ്ണുകൾ വീണ്ടും മനസ്സിലേക്ക് വരാൻ തുടങ്ങി. അന്തോണിസിനാണ് ഈ മൂലക്കാണ് ഇരിക്കണം പള്ളിയുടെ. ഇത് വീണ്ടും വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ അന്തോണിസിനാള ഈ കുർബാന ഒന്ന് കഴിഞ്ഞോട്ടെ, ഇത് കഴിഞ്ഞിട്ട് പോരെ ഡിസ്റ്റർബൻസ്. അപ്പം ഞാൻ കുർബാന ചൊല്ലി തീർത്തു. കുർബാന സ്വീകരിച്ചതിന് ശേഷം ഞാൻ അവിടെ സെൻറ്റ് ആൻസ് ഓഫ് പ്രോവിഡൻസ് സിസ്റ്റേഴ്സുണ്ട്, ആൾക്കാരുമുണ്ട്. അപ്പം അവരോട് പറഞ്ഞ് ഇങ്ങനെ എന്തോ അന്തോണിസിനാളുടെ കണ്ണിന് സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, നിങ്ങൾ പോയി നോക്കുക. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞ് ഞാൻ പള്ളി പൂട്ടാൻ പോകുമ്പോഴേക്കും ഒരു പയ്യൻ വന്നു. 10ാം ക്ലാസ് പാസ്സായച്ചാ എനിക്കൊന്നും അന്തോണിസിനാണ് മാലയിടണം. ആ മാലയിടണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ സമയം ഇത്രയായില്ലടാ, ഇനി അല്ല വെച്ചാൽ ജയിച്ചതിന് അന്ന് ശരി നീ ഇടെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും പള്ളി തുറന്നു കൊടുത്തു. അവൻ പോയി പൂമാലയിട്ട് പ്രാർത്ഥിച്ചിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്, ഒരു 3 കുട്ടികൾ, പെൺകുട്ടികൾ, എല്ലാവരുമായിട്ട് ഭയങ്കര നമ്മൾ കളിച്ചടക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞ്, അച്ഛാ ഞങ്ങൾക്കും ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ ഒരു ഹിന്ദു പെൺകുട്ടി ഉണ്ടായിരുന്നു, മുസ്ലിം പെൺകുട്ടി ഉണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ക്രിസ്ത്യൻ ഒരു ഭയങ്കര കൂട്ടുകാർ. അപ്പം അവർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ്,
അച്ഛൻ ഞങ്ങൾക്കും പ്രാർത്ഥിക്കണം, അച്ഛൻ പള്ളി അടക്കല്ലേ. അവർ പോയി പ്രാർത്ഥിക്കാൻ നിന്ന് അപ്പോൾ ഒരു കൊച്ച് തലകറങ്ങി വീണു. ഈ അന്തോണിസ്നാളിൻ്റെ ഈ ദർശനം കിട്ടിയിട്ടാണോ എന്താ, ആ കൊച്ച് വീണ് കഴിഞ്ഞപ്പോഴേക്കും മറ്റേ കൊച്ച് ഓടി ആ വില്ലേജിലേക്ക് ഓടി പറഞ്ഞ്, ദേ മാതാവിന് കണ്ണ് തുറന്നേ, കണ്ണ് തെരച്ചു കണ്ണ് തെരയുക എന്ന് പറഞ്ഞാൽ കണ്ണ് തുറക്കുക. ഇതും പറഞ്ഞുകൊണ്ട്, കാരണം 2004 ഡിസംബർ 26-നാണ് നമുക്ക് സുനാമി വന്നത്. അപ്പോൾ വേളാങ്കണ്ണിയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് മരിച്ച്. അപ്പോൾ എന്ത് വെളിച്ചത്തിലാണ് ആ കൊച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്, ആൾക്കാർ കൂടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ ദയവേത് പോകുമെന്ന് പറഞ്ഞിട്ട് ആരും സമ്മതിച്ചില്ല. എല്ലാവരും ആൾക്കാരുടെ ബഹളമായി. പിന്നെ രാത്രി 1 മണി വരെ ഒരു രക്ഷയില്ല, ആൾക്കാരെ നിയന്ത്രിക്കാനും പറ്റുന്നില്ല. അവർക്ക് കാണണം, അവർക്ക് പ്രാർത്ഥിക്കണം. ഒരുപാട് പേര് തിരികെത്തിക്കാൻ തുടങ്ങി. പിന്നെ പ്രാർത്ഥനയായി, ഒരു രക്ഷയില്ല. അപ്പൊ സിസ്റ്റേഴ്സിനോട് വിളിച്ചു പറഞ്ഞു, അവരും വന്ന് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ബിഷപ്പിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവര് അച്ഛന്മാരെ സഹായിക്കാൻ പറ്റും. പിന്നെ തപസ് കാലം, നൊയമ്പ് കാലമായിരുന്നുകൊണ്ട് ആൾക്കാരുടെ ക്യൂ ആയി. അച്ഛന്മാര് ബസ്സിലും ലോറിയിലൊക്കെയാണ് ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ 40 ദിവസം ഒരു രക്ഷ ഉണ്ടായില്ല. ആകെ എനിക്കാണെങ്കിൽ ആകെ ടയേർഡുമായി. ഇതെന്തിനാണ് ഇങ്ങനെ? അവരാണെങ്കിൽ സമ്മതിക്കളി, ഞങ്ങൾക്ക് കാണണം. ആൾക്കാർ ക്യൂ ആയി. കലൂര് സെന്റ് ആനീസ് പള്ളിയിട്ട് അവിടെ ക്യൂ നിൽക്കണ പോലെ ഇവിടെയും നിൽക്കാൻ തുടങ്ങി. ആൾക്കാർ അന്തോണിനാളിനോട് നേർച്ചയിടുക, പ്രാർത്ഥിക്കുക. ആ സമയത്ത് അച്ഛന്മാർ വന്നിട്ട് ഒരു സൈഡിൽ കുർബാന ചെല്ലുക. അങ്ങനെ മൊത്തത്തിൽ മുസ്ലിങ്ങളും ഹിന്ദു സഹോദരങ്ങളും നമ്മുടെ ക്രിസ്ത്യൻസും പല സ്ഥലങ്ങളിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങ് മൊത്തത്തിൽ ഒന്നും പറയാൻ പറ്റാത്ത എനിക്കാണ്, ഞാൻ ടയർഡായി പോകുന്നു. പിന്നെ വരണ്ടാന്ന് പറയാനും പറ്റണില്ല. അവസാനം അത്രയും ഒരനുഭവത്തിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇത്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ സ്ഥിതി? അപ്പോൾ ഓരോരുത്തർ അപ്പോൾ വേറെ അച്ഛന്മാരെ ഏൽപ്പിച്ചു, ഈ അച്ഛൻ ടയേർഡല്ലേ എന്ന് പറഞ്ഞ് എന്നെ സൈഡിലോട്ട് മാറ്റിയത്. അപ്പം ചൂസിനെ ഫാദർ എവിടെ, കണ്ട അച്ഛൻ എവിടെ, ആ അച്ഛനെ കാണുമെന്നും പറഞ്ഞു പിന്നെയും ഉറങ്ങാൻ പോലും സമ്മതിക്കണില്ല. അങ്ങനെ മൊത്തത്തിൽ ന്യൂസ് പേപ്പറുകാരും അവര് വന്നിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, പേപ്പറിലിട്ടത് ഈ ദർശനം കിട്ടിയ അച്ഛന് പനിയായിട്ട് ആശുപത്രി കിടക്കുകയാണ്. ഞാൻ ആശുപത്രിയിലൊന്നും പോയിട്ടില്ല, പക്ഷെ അങ്ങനെയാണ് പേപ്പറിലിട്ടത്, അവിടെ തെലുങ്ക് പേപ്പറിൽ, ഈ നാട്. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും ഇത് അറിഞ്ഞോളൂ, ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തർ അനുഭവങ്ങൾ പറയാൻ തുടങ്ങി. അച്ഛാ, ഞാൻ പ്രാർത്ഥിച്ചതിന് ഈ അനുഗ്രഹം കിട്ടി. അങ്ങനെ അത് ഓരോ ദിവസം നില്ലുന്തോറും ആൾക്കാർ കൂടി വരല്ലാതെ ആൾക്കാർ കുറയുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വേറൊരു അച്ഛനെ ഏൽപ്പിച്ചു. അപ്പൊ അച്ഛൻ വന്നിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്, പിന്നെ പിതാവ് വന്നിട്ട് പറഞ്ഞ്, ഈ സ്റ്റാച്ചു എനിക്ക് തന്നേരും. ഞാൻ ബിഷപ്പ് ഹൗസിലേക്ക് കൊണ്ടുപോയി. അയ്യോ അച്ഛാ, അത് ഇവിടെ നടന്നതാണ്, ഈ ഗ്രാമത്തിൽ നടന്നതായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയല്ലേ ആ ദർശനം, അത് പിതാവ് എങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനാണ് ഇവിടുത്തെ പിതാവ് എന്ന് പറഞ്ഞ് പിതാവ് മുന്നോട്ട് പോയി. അപ്പൊ ആ അത്ഭുതങ്ങൾ ഓരോന്നായി നടക്കാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ എനിക്ക് ഇരിക്കപ്പുറത്തില്ലാതെ. എന്നിട്ട് ഞാനപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും ഇപ്പം ഇങ്ങനെ പറഞ്ഞ കാരണം അദ്ദേഹം റെയ്മണ്ട് അച്ഛനോട് ചോദിച്ചു, അന്നത്തെ വിക്കർ പ്രൊവിൻഷ്യനോട് ചോദിച്ച്, ഇദ്ദേഹത്തൊന്ന് മാറ്റാമോ, ട്രാൻസ്ഫർ കൊടുക്കാമോ? കാരണം ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ഇതേ ആൾക്കാർ കൂടുകയാണ്. അങ്ങനെ റെയ്മണ്ട് അച്ഛൻ വേഗം എന്നെ മാറ്റി. ഞാൻ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ പോയി. പക്ഷേ ഇത്രയും വർഷങ്ങളായിട്ടും ഈ ഒരു ആ ഒരു ദർശനം, ആ ഒരു കണ്ണിൻ്റെ വെളിച്ചം, എനിക്ക് അതിൽ നിന്ന് കിട്ടിയ മെസ്സേജ് പിറ്റേ ദിവസം തന്നെ കാലത്ത് സിസ്റ്റർ കൊണ്ടുവന്ന് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇതിൻ്റെ അർത്ഥം ഗോഡ് ഈസ് ലവ്. ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേടാ, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചത് അതിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും 2005 തന്നെ ആ പരിശുദ്ധ പിതാവ് ആ ഒരു ലേഖനം ഇറക്കി, ലവ് എന്ന് പറഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തിൻ്റെ ജോയ് അത് ഗോസ്പൽ, അങ്ങനെ ഒരു സന്ദേശം ഇറക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്കത് കൂടുതൽ ഇതായി. അമ്മോ, ഇത് കൊള്ളാല, ദർശനങ്ങളപ്പോൾ കറക്റ്റാണ്, എന്തൊക്കെയാണ് നടക്കുന്നത്. ഞാൻ സൈക്കോളജിക്കലാണ് വിചാരിച്ചിരുന്നത്, ഇപ്പോഴും ഇങ്ങനെയായി. പക്ഷെ വിശ്വാസികൾ കൂടാൻ തുടങ്ങി. ഇപ്പോൾ അതൊരു നല്ല പിൽഗ്രീം സെൻ്ററായി മാറി. അന്തോണിസ്നാളിനോട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കുമെന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ ഉറച്ചു. അതിനി ആർക്കും മാറ്റാൻ പറ്റില്ല. അത്രമാത്രം നന്മയും കാരുണ്യവുമാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈ സ്നേഹം, ദൈവസ്നേഹം അനുഭവിച്ചറിയാൻ
അപ്പം അതുകൊണ്ട് എനിക്ക് കൊച്ചിലെ നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും എൻ്റെ ഇടവകയിൽ അന്തോണിസ്നാൻ്റെ ഇടവകയിൽ ഒരു കോമ്പറ്റീഷൻ ഭക്തിഗാനം നടന്നു. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ, അവസാനമെന്നിലേക്ക് ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിലേക്ക് ഞാൻ കടന്നു, അവിടെയാണ് ഈശ്വരന്റെ സ്ഥാനം, സ്നേഹമാണീശ്വരന്റെ രൂപം, സ്നേഹമാണീശ്വരന്റെ രൂപം. അപ്പോൾ അങ്ങനെ ആ ഒരു സ്നേഹം കൂടുതലായിട്ട് അനുഭവിച്ചറിയാൻ പറ്റി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എൻ്റെ അമ്മച്ചി മരിച്ചതിന് ശേഷം ഞാൻ 2023 ജൂബിലിക്ക് ശേഷം തിരിച്ച് എൻ്റെ മദർ പ്രോവിൻസിലെ മഞ്ഞുമൽ പ്രോവിൻസിലേക്ക് മടങ്ങി വന്നു. ഇത്രയും വർഷങ്ങളായി, ഈ 20 വർഷങ്ങൾ ഇപ്പോഴും ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദർശനങ്ങൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു പവർ, ഒരു ശക്തി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു പുതിയ ഉണർവ്, പുതിയൊരു സന്തോഷം, പുതിയൊരു സ്നേഹം, പുതിയൊരു വിശ്വാസം, അത് ആർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല. അത്രമാത്രം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവസ്നേഹം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എന്നിൽ വളരുകയും ചെയ്തു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ, എന്തെങ്കിലും ഈ അങ്ങയുടെ സ്നേഹം പൂർണ്ണമായിട്ട് അറിയാൻ പറ്റിയ വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ. അപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വഴിയും സത്യവും ജീവനും ഞാനാവുന്നു, ഞാൻ വഴിയല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഈ ഒരു സംഭവം, ദൈവസ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ എനിക്ക് വന്നൊരവസരമാണ് ഈ അത്ഭുതം. 2005 ഫെബ്രുവരി 17 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നടന്ന ഈ ഒരു സംഭവം, ഈ ഒരു അനുഭവം. ആ അനുഭവം എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈവം ഒരുക്കി വെച്ചതാണോ, എന്നെ അതിലേക്ക് ഒരുക്കിയതാണോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അനുഭവം ഇപ്പോഴും തീവ്രമാണ്. ദൈവം ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ഇപ്പോഴും അവിടെ നിന്ന് 2023 ഇങ്ങോട്ട് തിരിച്ചു വന്നതിന് ശേഷവും ഇപ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റാച്യൂവിലേക്ക് നോക്കുമ്പോൾ ഉണ്ണീശോയുടെ രൂപം പെയിൻറ്റിങ് ചെയ്ത അന്തോണിസ്, ഈ 2 പേരുടെയും കണ്ണ് ഒരുപോലെ മൊത്തം പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഇതെങ്ങനെ അന്തോണിസ്നാളിൻ്റെ കണ്ണ് മാത്രം ഇങ്ങനെ ചേഞ്ചായി മാറിയെന്ന് ഇപ്പോഴും മനസ്സിലാകും. ഒരു മനുഷ്യൻ്റെ കണ്ണ് പോലെ അത്രയും തീവ്രമായി നമ്മൾ നോക്കുമ്പോഴും നമ്മുടെ കണ്ണിന് കാഴ്ച മങ്ങുന്നത് പോലെ തോന്നും. അത്രയും ആ ഒരു ശക്തി, ഒരു പവർ ആ ഒരു സ്വരൂപത്തിനുണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ദൈവസ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ദൈവം എനിക്കായിട്ട് അത് ഒരുക്കി വെച്ചിരുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ അത് അനുഭവമായി മാറി. ആ സ്നേഹം ഇന്നും എന്നെ മാത്രമല്ല, അവിടെ ഇടവകയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളെയും ആകർഷിക്കുന്നുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവർ, മുസ്ലിം സഹോദരന്മാർ, അതുപോലെ ഹൈന്ദവ സഹോദരന്മാർ, ഒത്തിരി കുടുംബങ്ങൾ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ക്രിസ്ത്യൻ സമുദായം മാത്രമല്ല. പെരുന്നാളാവുമ്പോൾ നിറച്ചും ആൾക്കാരാണ്. എല്ലാ മതവിഭാഗങ്ങളിലെ ആൾക്കാർ വന്ന് അന്തോണിസ്നാളിനോട് പ്രാർത്ഥിക്കാറുണ്ട്. അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ ആ ദൈവസ്നേഹം ഇന്നും നിലനിൽക്കുന്നു എന്ന് എനിക്ക് തീർത്ത് പറയാം. ഈ അത്ഭുതം നടന്ന കർണൂൽ രൂപത ആന്ധ്രാപ്രദേശില് ജോഹാരപുരം ഗ്രാമത്തില് അന്തോണിസ്നാളിൻ്റെ പള്ളി ഇടവക ദേവാലയത്തിലാണ് ഇത് സംഭവിച്ചത്. ഈ സ്നേഹം ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദൈവസ്നേഹത്തിൽ നമ്മളും പങ്കുകാരാകാം. അവിടെ വികാരിയായിരിക്കുമ്പോൾ 2003, 2004 സംഭവിച്ച 2 അത്ഭുതങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്,
ഹൈദരാബാദിൽ വെച്ച് ആക്സിഡൻറ്റിൽ ബോധം നഷ്ടപ്പെട്ട മാതാപിതാക്കന്മാരെ അവരുടെ മകള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, വെന്റിലേറ്ററിലായി, ബോധം വീണില്ല. അങ്ങനെ ഡോക്ടർമാർ പറഞ്ഞ് രക്ഷയില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഒന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ആരോ വന്ന് ഒരു നേഴ്സ് ഈ കർണൂല് ജോലാപുരത്ത് നടന്ന അത്ഭുതങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞ് അങ്ങനെ ആ പെൺകുട്ടി ഹൈദരാബാദിൽ നിന്ന് കർണൂൽ വരെ ഏകദേശം 2-2.5 മണിക്കൂർ യാത്രയുണ്ട്. ആ കൊച്ച് അവിടെ നിന്ന് വന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കർണൂല് ജോഹാരപുരത്ത് വന്ന് പള്ളി തുറപ്പിച്ച് അവർ പ്രാർത്ഥിച്ച് അരമണിക്കൂർ അവർ മുട്ടയിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ വ്യത്യാസം അവർ ഫോണിലൂടെ വേഗം വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ പ്രാർത്ഥിക്കുന്നത് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക, കുറച്ച് ബോധം വീണിട്ടുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഡോക്ടർമാർ തന്നെ സജസ്റ്റ് ചെയ്തു പ്രാർത്ഥിക്കുക. അങ്ങനെ അതാണ് എൻ്റെ ജീവിതത്തിൽ അത് നേരിട്ട് കണ്ട അത്ഭുതം. അവർ വന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചു, കുർബാനക്ക് കാശ് കൊടുത്തു. അങ്ങനെ അക്രൈസ്തവരായ അവരുടെ ഒരു വിശ്വാസം അത് എന്നെ മനസ്സിൽ ഒരുപാട് സ്നേഹത്തിലേക്ക് വളരാൻ കാര്യമായിട്ട്. അതുപോലെ തന്നെ വേറൊരു അക്രൈസ്തവ കുടുംബം വർഷങ്ങളായിട്ട് 8 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ല. അപ്പോൾ അവർ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും നടക്കും എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അവർ ഇവിടെ വന്ന് 9 നൊവേനകളിൽ പങ്കെടുത്ത് അടുത്ത വർഷം അവർക്ക് കുഞ്ഞുണ്ടായി. അവർ വന്ന് സാക്ഷ്യപ്പെടുത്തി. ആ സാക്ഷ്യം ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. നമ്മൾ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസം നമ്മളെ രക്ഷിക്കും എന്ന് തീർത്ത് പറയാൻ സാധിക്കും. ഇത് കേൾക്കുന്ന വിശ്വാസികളെ, ജീവിതം മുന്നോട്ട് പോകണം, മനസ്സ് മടുത്തു പോകരുത്, പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.